السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين وأصلي وأسلم على المبعوث رحمة للعالمين نبينا وحبيبنا محمد وآله وصحبه أجمعين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വളരെ വലിയ അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 54-ാം അധ്യായം സൂറത്തു അൽ ഖമറിലെ 1 മുതൽ 17 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ക്ലാസ്സിലായി നാം പഠിച്ചത്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ജനത സത്യത്തെ നിഷേധിച്ചപ്പോൾ അവർക്ക് വന്നു ഭവിച്ച വലിയ ശിക്ഷയെ സംബന്ധിച്ചും, അതോടൊപ്പം ഈ ഉമ്മത്തിന് അള്ളാഹു നൽകിയ പരിശുദ്ധ ഖുർആൻ അവർക്ക് പഠിക്കാനും മനസ്സിലാക്കുവാനും അള്ളാഹു എളുപ്പമാക്കിയെന്നും, എന്നാൽ പഠിക്കാനും മനസ്സിലാക്കുവാനും തയ്യാറുള്ളവർ ഉണ്ടോ, അതല്ല പൂർവിക സമൂഹത്തെ പോലെ വേദഗ്രന്ഥത്തെ നിഷേധിച്ച് അവരും നശിക്കുവാനാണോ ഉദ്ദേശിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നത്. ഖുർആനിനെ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞതിന് ശേഷം വീണ്ടും ചരിത്രത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ കൊണ്ടുപോവുകയാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. كذبت عاد فكيف كان عذابي ونذر. إنا أرسلنا عليهم ريحا صرصرا في يوم نحس مستمر تنزع الناس كأنهم أعجاز نخل منقعر فكيف كان عذابي ونذر. ولقد يسرنا القرآن للذكر فهل من مدكر. كذبت ثمود بالنذر فقالوا أبشرا منا واحدا نتبعه إنا إذا لفي ضلال وسعر. أألقي الذكر عليه من بيننا بل هو كذاب أشر. سيعلمون غدا من الكذاب الأشر. إنا مرسل الناقة فتنة لهم فارتقبهم واصطبر. പ്രവാചകനെ നിഷേധിച്ച നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമയുടെ സമൂഹത്തെക്കുറിച്ച് പറഞ്ഞു. ഉടനെ തന്നെ പരിശുദ്ധ ഖുർആനിനെ എളുപ്പമാക്കിയതിനെക്കുറിച്ച് പറഞ്ഞു. ആ പറഞ്ഞതിൻ്റെ പിന്നിലുള്ള തത്വം, അവർ പ്രവാചകന്മാരെ നിഷേധിച്ചു, വേദഗ്രന്ഥത്തെ നിഷേധിച്ചു. ഇതാ നിങ്ങളിലേക്കും ഒരു വേദഗ്രന്ഥം വന്നിരിക്കുന്നു, അതിനെ പഠിക്കാൻ ഞാൻ എളുപ്പമാക്കിയിരിക്കുന്നു. പഠിക്കാനും മനസ്സിലാക്കുവാനും തയ്യാറുള്ളവർ ഉണ്ടോ? ഇല്ലെങ്കിൽ പൂർവികർക്ക് സംഭവിച്ചതുപോലെ വലിയ ശിക്ഷ നിങ്ങളെയും കാത്തു നിൽക്കുന്നു എന്ന ഒരു താക്കീത് കൂടി അതിലുണ്ട്. അതുകൊണ്ട് തന്നെ വീണ്ടും ചരിത്രത്തിലേക്ക് അല്ലാഹു കൊണ്ടുപോവുകയാണ്. കദ്ദബത് ആദുൻ. യമനിലെ ഒരു ഗോത്രമാണ് ആദ് ഗോത്രം. ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയെയാണ് അള്ളാഹു ആ നാട്ടിലേക്ക് പ്രവാചകനായി നിയോഗിച്ചത്. അപ്പോൾ ആദ് സമൂഹം അവരിലേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ ഹൂദ് അലൈഹിസ്സലാത്തു വസ്സലാമയെയും അദ്ദേഹം കൊണ്ടുവന്നതിനെയും കളവാക്കി.
കദ്ദബ യുകദ്ദിബു തക്ദീബൻ കദ്ദബത് ആദു ഫകൈഫ കാന അദാബി വനുദുർ. അള്ളാഹു ആദ്യമേ ചോദിച്ചു വെക്കുകയാണ്, കാര്യം പറയുന്നതിന് മുമ്പ് തന്നെ. ഫകൈഫ കാന അദാബി വനുദുർ, എൻ്റെ താക്കീതുകളും എൻ്റെ ശിക്ഷയും അപ്പോൾ എപ്രകാരമായിരുന്നു. കേൾവിക്കാരിൽ ജിജ്ഞാസ ഉണ്ടാക്കിക്കൊണ്ട് അതിനുശേഷം കാര്യങ്ങൾ വിശദീകരിക്കുന്ന ശൈലി പരിശുദ്ധ ഖുർആനിലുണ്ട്. അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകൾ പരിശോധിച്ചാൽ ആദ്യം അവരിൽ താല്പര്യവും പേടിയും ഉണ്ടാക്കി പിന്നെ വിശദീകരിക്കുന്ന ഒരു ശൈലി കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെയും എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞതിന് ശേഷമല്ല, അത് പറയുന്നതിന് മുമ്പ് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഫകൈഫ കാന അദാബി, അപ്പോൾ എൻ്റെ ശിക്ഷ എപ്രകാരമായിരുന്നു, വനുദുർ, എൻ്റെ താക്കീതുകളും. അതോടൊപ്പം അതിലുള്ള ഒരാശയം, അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീതുകൾ നൽകിയതിന് ശേഷം മാത്രമേ ശിക്ഷാ നടപടി സ്വീകരിക്കുകയുള്ളൂ. വമാ കാന റബ്ബുക മുഹ്ലിക്കൽ ഖുറാ ബിളുൽമിൻ വ അഹ്ലുഹാ ഗാഫിലൂൻ. ഒരു പട്ടണത്തെ നിൻ്റെ റബ്ബ് ഒരിക്കലും നശിപ്പിക്കുകയില്ല, ആ നാട്ടിലെ ജനങ്ങൾ ഇസ്ലാമിൻ്റെ ആശയത്തെക്കുറിച്ച് അശ്രദ്ധരായിരിക്കുന്ന സന്ദർഭത്തിൽ. എന്ന് പറഞ്ഞാൽ അവർക്കതിനെക്കുറിച്ച് താക്കീതില്ല, അവർക്ക് അതിനെക്കുറിച്ചുള്ള അറിയിപ്പ് ലഭിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു അവരെ ശിക്ഷിക്കുകയില്ല. അപ്പോൾ താക്കീതുകൾ നൽകി ഗഫലത്തിൽ നിന്ന് അവരെ ഉയർത്തിയതിന് ശേഷം മാത്രമേ അള്ളാഹു ഏതൊരു ജനപദത്തെയും ശിക്ഷിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഫകൈഫ കാന അദാബി വനുദുർ, എൻ്റെ ശിക്ഷയും എൻ്റെ താക്കീതും. അപ്പോൾ താക്കീതിൻ്റെ കൂടെയാണ് ശിക്ഷ ഉണ്ടായിട്ടുള്ളത് എന്നർത്ഥം. മാത്രമല്ല ഇവിടെ പ്രത്യേകം ശിക്ഷയെക്കുറിച്ച് പറഞ്ഞ് അതെപ്രകാരമാണ് എന്ന് ചോദിച്ചതിന് ശേഷം പിന്നീട് അതിൻ്റെ രൂപത്തെക്കുറിച്ച് പറയാനുള്ള കാരണം, മറ്റേതൊരു സമൂഹത്തെയും നശിപ്പിച്ചതിനേക്കാൾ ഗൗരവപൂർവമുള്ള ഒരു നശിപ്പിക്കലായിരുന്നു ആദ് സമൂഹത്തെ അള്ളാഹു നശിപ്പിച്ചത്. ഇന്ന, തീർച്ചയായും നാം, അർസൽന അലൈഹിം, അവരുടെ മേൽ അയക്കുകയുണ്ടായി. അർസല യുർസിലു ഇർസാലൻ, അർസല എന്ന് പറഞ്ഞാൽ അയക്കുക, അർസല യുർസിലു ഇർസാലൻ. അർസൽന അലൈഹിം, അവരുടെ മേൽ നാം അയച്ചു റീഹൻ സർസറ. റീഹ് എന്ന് പറഞ്ഞാൽ കാറ്റ്, റീഹ് എന്ന് പറഞ്ഞാൽ കാറ്റ്. സർസറ എന്ന് പറഞ്ഞാൽ സർസറൻ, സർസറ യുസർസിറു സർസറത്തൻ, സർസറ യുസർസിറു സർസറത്തൻ, ശക്തമായ ശബ്ദമുണ്ടാക്കി അടിക്കുന്ന കാറ്റിനാണ് സർസറ എന്ന് പറയുന്നത്. ശക്തമായ മഴക്കും അത് പറയും സർസറ യുസർസിറു സർസറത്തൻ. അതോടൊപ്പം റീഹുൻ സർസർ എന്ന് പറഞ്ഞാൽ പ്രത്യേകം തന്നെ അറബി ഭാഷയിൽ അതിൻ്റെ അർത്ഥം ഷദീദത്തുൽ ബർദി വ ഷദീദത്തു സൗതി, കഠിനമായ തണുപ്പുള്ളതും അതിശക്തമായ ശബ്ദമുണ്ടാക്കിയതുമായൊരു കാറ്റ്. അപ്പോൾ കാറ്റിൻ്റെ സ്ട്രോങ് കൊണ്ടാണ് അത്രയും സൗണ്ട് ഉണ്ടായിരുന്നു. രണ്ടാമത്തത്, അത് കഠിനമായ തണുപ്പുള്ളൊരു കാറ്റായിരുന്നു, കഠിനമായ തണുപ്പുള്ള കാറ്റായിരുന്നു. അപ്പോൾ കഠിനമായ തണുപ്പുള്ളതും ശക്തിയേറിയതുമായ ഒരു കാറ്റിനെ അവരുടെ മേൽ നാം അയക്കുകയുണ്ടായി. എപ്പോൾ? ഫീ യൗമി നഹ്സിൻ, നഹ്സുള്ള ഒരു ദിവസത്തിൽ. നഹ്സ് എന്ന് പറഞ്ഞാൽ അറബിയിൽ ആ വാക്കിൻ്റെ അർത്ഥം മോശമായത്, പ്രയാസകരമായത്, പരീക്ഷണമുള്ളത് എന്നാണ്. അതുകൊണ്ടാണ് ദുശകുനത്തിന് നഹ്സ് എന്ന വേർഡ് ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ആ വാക്കിൻ്റെ അർത്ഥത്തിൽ നിന്ന് വന്നത് മോശമായത്, അനുകൂലമല്ലാത്തത്, പ്രതികൂലമായത്. നഹിസ ഷഖ്സു എന്ന് പറഞ്ഞാൽ കാന സയ്യിഉൽ ഹദ്ദി, അയാളുടെ ഹദ്ദ്, അയാളുടെ ഭാഗ്യം എന്ന് പറയുന്നത് മോശമായതാണ്. ഷഖിയുൻ ബഅദ സആദ, സആദയ്ക്ക് ശേഷം ഷഖിയായി, ദൗർഭാഗ്യവാനായി തീരുക. അല്ലെങ്കിൽ അസാബഹു അശ്ശറു, അവനെ ഷർറ് ബാധിച്ചിരിക്കും. അപ്പോൾ ഷർറ് ബാധിക്കുന്നതിനാണ് നഹിസ എന്ന് പറയുന്നത്. നഹുസ യൻഹുസു നഹ്സൻ, നഹുസ യൻഹുസു നഹ്സൻ,
മോശമായി തീരുക, ഷർറ് ബാധിക്കുക. അപ്പോൾ ഫീ യൗമിൻ നഹ്സ് എന്ന് പറഞ്ഞാൽ ഷർറുള്ള ഒരു ദിവസം. അല്ലാതെ ചില ദിവസങ്ങൾ ശകുനമുള്ളതാണ്, വേറെ ചില ദിവസങ്ങൾ ശകുനമില്ലാത്തതാണ് എന്നർത്ഥത്തിലല്ല. അവർക്ക് മുസീബത്ത് ബാധിച്ച ആ ദിവസങ്ങളിൽ എന്നാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. ഫീ യൗമിൻ നഹ്സിൻ മുസ്തമിറിൻ. ഇസ്തമറ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട്. ഇസ്തമറ യസ്തമിറു ഇസ്തിമറാറൻ. മുസ്തമിർ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ദിവസങ്ങൾ. ആ ദിവസങ്ങളിൽ അവരെ ഷർറ് ബാധിച്ചു. ചില തഫ്സീറുകളിൽ കാണാം, ഉദാഹരണത്തിന് ഇമാം തൊബരിയുടെ തഫ്സീറിൽ കാണാം, അൻ ഖതാദ റളിയല്ലാഹു അൻഹു ഫീ യൗമിൻ നഹ്സിൻ മുസ്തമിർ ഐ യസ്തമിറു ബിഹിം ഇലാ നാരി ജഹന്നം. തുടർച്ചയായ ശിക്ഷയുള്ള ദിവസങ്ങൾ എന്ന് പറഞ്ഞാൽ ആ ശിക്ഷ അവർക്ക് ഖബറിലും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, നരകം വരെ ആ ശിക്ഷ അവർക്ക് തുടർന്നുകൊണ്ടിരിക്കുമെന്ന് ഒരു റിവായത്ത് പ്രകാരം അങ്ങനെയുണ്ട്. എന്നാൽ അതുകൊണ്ടുള്ള ഉദ്ദേശം സൂറത്തുൽ ഹാഖയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഅമ്മാ ആദുൻ ഫഉഹ്ലികൂ ബിരീഹിൻ സർസറിൻ ആതിയ. അനുസരണക്കേട് കാണിച്ച വളരെ മോശമായ ഒരു ശിക്ഷ. ആത്തിയ ശരിക്കും ആത്തിയത്ത് എന്ന് പറഞ്ഞാൽ അനുസരണക്കേട് എന്ന് പറഞ്ഞാൽ അതിര് കവിഞ്ഞ കാറ്റ്, അത്യുഗ്രമായ കാറ്റുകൊണ്ട് അവർ നശിപ്പിക്കപ്പെട്ടു. സഖറഹ അലൈഹിം സബഅ ലയാലിൻ വസമാനിയത അയ്യാം. 8 പകലുകളും 7 രാത്രിയും അത് തുടർന്നു എന്നാണ്. 8 പകലുകൾ, ഒരു പകലിലാണ് തുടങ്ങിയത്, രാവിലെ തുടങ്ങി അങ്ങനെ 8 പകലും 7 രാത്രിയും കണ്ടിന്യൂസ് ആയിട്ട്. വസമാനിയത അയ്യാമിൻ ഹുസൂമ, കണ്ടിന്യൂസ് ആയി അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പിടികൂടി. അങ്ങനെ ബാധയേറ്റവരെ പോലെ അവർ മറഞ്ഞു വീണു. കഅന്നഹും അജാസു നഖ്ലിൻ ഖാവിയ ഫഹൽ തറാ ലഹും മിൻ ബാഖിയ. അല്ലാഹു ചോദിക്കുകയാണ്, വല്ല ബാക്കിയും അവരുടെ കൂട്ടത്തിൽ ആരെങ്കിലും ബാക്കി ഉണ്ടോ? അള്ളാഹു അവരെ പിഴുതെറിഞ്ഞു. ഈത്തപ്പനത്തടികളെ ഭൂമിയിൽ നിന്ന് പിഴുത് മറച്ചിട്ടതുപോലെ അള്ളാഹു അവരെ മറച്ചിട്ടു എന്നാണ്. അപ്പോൾ അതാണ് ഇവിടെ മുസ്തമിർ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. സബഅ ലയാൽ വസമാനിയത അയ്യാം, 8 പകലും 7 രാത്രിയും നിരന്തരമായി നിന്ന ആ തണുപ്പേറിയ ശക്തമായ കാറ്റിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ നശിപ്പിച്ചു കളഞ്ഞു. തൻസിഉന്നാസ, അത് ജനങ്ങളെ പിഴുതെടുത്തുകൊണ്ടിരുന്നു. നസഅ യൻസിഉ നസ്അൻ. നസഅ എന്ന് പറഞ്ഞാൽ പിഴുതെടുക്കുക എന്നാണ്, ഊരിയെടുക്കുക, പിഴുതെടുക്കുക. അതിനാണ് നസഅ എന്ന് പറയുന്നത്. യൻസിഉ നസ്അൻ. തൻസിഉന്നാസ, അത് ജനങ്ങളെ പിഴുതെടുത്തുകൊണ്ടേയിരുന്നു. കഅന്നഹും, ഏതുപോലെയായി, അജാസു നഖ്ലിൻ. അജുസിൻ്റെ ജംആണ് അജാസ്. മുഅഖറു ഷൈ, ഒന്നിൻ്റെ അവസാന ഭാഗത്തിനാണ് അജുസ് എന്ന് പറയുന്നത്. അശ്ശത്റുൽ അഖീറു മിൻ ബൈത്തി ഷിഅർ, ഒരു കവിതയുടെ അവസാന ഭാഗത്തിന് അല്ല അജുസ് എന്ന് പറയും. അജാസുൻ നഖ്ൽ എന്ന് പറഞ്ഞാൽ ഉസൂലുഹ, അതിൻ്റെ വേരുകളാണ്. ഈത്തപ്പനയുടെ വേരുകൾ, ഭൂമിയിലേക്കുള്ള അതിൻ്റെ ആ ഭാഗം, ആ പാർട്ട്, അതാണ് ഇവിടെ അജുസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അജാസു നഖ്ൽ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനത്തടിയുടെ വേരുകൾ പോലെ. എങ്ങനെയുള്ളത്? മുൻഖഇർ. ഇൻഖഅറ എന്ന് പറഞ്ഞാൽ ഇൻഖലഅത് മിൻ അസ്ലിഹ, അസ്ലിൽ നിന്ന് പിഴുതെടുക്കപ്പെട്ടത് എന്നാണ്. വേരിൽ നിന്ന് പിഴുതെടുക്കപ്പെട്ട്, ഭൂമിയിൽ നിന്ന് പിഴുതെടുക്കപ്പെട്ട ഈത്തപ്പനയുടെ തടികൾ വീണ് കിടക്കുന്നത് പോലെ അവർ വീണ് കിടന്നു എന്നാണ്. അങ്ങനെ വീഴുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകത, വലിയ ഈത്തപ്പനത്തടി നിലത്ത് വീഴുമ്പോൾ, നമുക്ക് നാട്ടിലും കാണാൻ കഴിയും, വലിയ തെങ്ങുകൾ നിലത്ത് വീണാൽ അതിൻ്റെ തലഭാഗം ഘനം കൊണ്ട് പൊട്ടി വേറെയാവുന്ന, വലിയ തടികൾ നിലത്തേക്ക് വീഴുമ്പോൾ, കവുങ്ങ് അതേപോലെയുള്ള തെങ്ങ്, ഈത്തപ്പനത്തടിയൊക്കെ വലിയ ഹൈറ്റുള്ളതാണെങ്കിൽ അത് വീഴുമ്പോൾ ആ വീഴുന്ന ശക്തി കൊണ്ട് അതിൻ്റെ തലഭാഗം പൊട്ടി വേർപെട്ട് നിൽക്കും. എന്നതുപോലെ ഇവരുടെ കഴുത്തുകളെ അള്ളാഹു വേർപെടുത്തി കളഞ്ഞു. ശരീരം വേറെ, കഴുത്ത് വേറെ. അതിൻ്റെ ഒരു രൂപത്തെക്കുറിച്ച്
അല്ലമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി രേഖപ്പെടുത്തുന്നത് തൻസിഉൻ നാസ കഅന്നഹും അഅജാസു നഖ്ലിൻ മുൻഖഇർ വദാലിക അന്ന الريح كانت تأتي أحدهم فترفعه حتى تغيبه عن الأبصار. ഈ കാറ്റ്, ശക്തമായ കാറ്റ് കൊണ്ട് ഇവർ ആകാശത്തേക്ക് ഉയർന്നുപോയി. കാറ്റടിച്ചാൽ പൊന്തിപ്പോകും, പറന്നുപോകും, കണ്ണുകൾക്ക് കാണാൻ പറ്റാത്ത വിധം പറന്നു. സുമ്മ തുനക്കിസുഹു അല ഉമ്മി റഅ്സിഹി, പിന്നീട് തലയടിച്ചിട്ട് ആണ് താഴോട്ട് അള്ളാഹു അവരെ കൊണ്ടുവന്നത്. ഫയസ്ഖുതു ഇലൽ അർള് ഫതസ്ലഗു റഅ്സഹു ഫയബ്ഖാ ജുസ്സതൻ ബിലാ റഅ്സി. അങ്ങനെ തലയില്ലാത്ത തടിയായിട്ടാണ് നിലത്ത് വീണത്. വീഴുമ്പോൾ ആ ഊക്ക് കൊണ്ട് തലയടിച്ച് വീണിട്ട് തല തെറിച്ചു പോവുക, തലയും ശരീരവും വേർപെട്ടു പോയി. അതാണ് കഅന്നഹും അഅജാസു നഖ്ലിൻ മുൻഖഇർ എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ മുരടിൽ നിന്നത് പിഴുതെടുക്കപ്പെടുകയും അതിൻ്റെ തലഭാഗം പൊട്ടിപ്പോവുകയും ചെയ്തു. ആ നിലക്കാണ്. കാരണം ഈ കാറ്റ്, അവർ ഹൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് ശിക്ഷ ആവശ്യപ്പെട്ടു. അങ്ങനെയാണെങ്കിൽ ആ ശിക്ഷ വരട്ടെ. അദ്ദേഹം അവർക്ക് താക്കീത് നൽകി. അങ്ങനെ ഈ കാറ്റിൻ്റെ ചെറിയ അടയാളങ്ങൾ വന്നപ്പോൾ അവർ ഗുണപാഠം ഉൾക്കൊള്ളുകയല്ല ചെയ്തത്. മറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, ഭയങ്കര മനുഷ്യന്മാരായിരുന്നു അവരെന്ന്. അതായത് മാനവ ചരിത്രത്തിൽ ഇത്രയും ആകാരമുള്ള ആളുകൾ ഉണ്ടായിട്ടില്ല എന്ന്. അത്രക്ക് വലിയ മനുഷ്യന്മാർ. പർവ്വതങ്ങൾ തുരന്നുകൊണ്ടാണ് അവർ വീടുകളൊക്കെ ഉണ്ടാക്കിയത്. അത്രയും. അപ്പോൾ അവരിൽ ഒരാൾ, ഓരോരുത്തരും പറഞ്ഞു, കാറ്റിനെതിരെ ഞങ്ങൾ നിന്നോളാം, ഞങ്ങളൊരേഴാൾ മതി. അങ്ങനെ അവർ ഉണ്ടാക്കിയ വലിയ പർവ്വതത്തിൻ്റെ തുരങ്കങ്ങളിൽ കാറ്റ് ഉള്ളിലേക്ക് വരാതിരിക്കാൻ അതിൻ്റെ വാതിലിൻ്റെ ഭാഗത്ത്, ഗേറ്റിൻ്റെ ഭാഗത്ത് ഓരോ മനുഷ്യന്മാർ പോയി നിന്നു എന്നാണ്. അത്രയും ഗാംഭീര്യത്തോടു കൂടി ഇതിനെ തടുക്കാൻ ഞങ്ങൾ മതി എന്നാണ്. ഓരോ പട്ടണങ്ങളിലെയും ഓരോ വീട് കാക്കാൻ ഞങ്ങൾ മതി. അത്രയും ആകാരമുള്ള മനുഷ്യന്മാരായിരുന്നു. വലിയ ഈത്തപ്പനത്തടി പോലെയായിരുന്നു അവർ. അവരുടെ ആ അഹങ്കാരത്തിനുള്ള മറുപടിയായിരുന്നു ഈത്തപ്പന മുരട് പറയ്ക്കുന്നത് പോലെ അള്ളാഹു ഓരോന്നിനെയും എടുത്ത് ആകാശത്തേക്ക് എടുത്തു എന്നാണ്. വലിയ ആളുകളായി വന്നവരെ തൻസിഉൻ നാസ്, ഓരോന്നിനെയും അള്ളാഹു പറപ്പിച്ച് കളഞ്ഞു എന്നാണ്. അവരുടെ ശക്തിയൊന്നും, അവലം യറൗ അന്നല്ലാഹല്ലദീ ഖലഖഹും ഹുവ അശദ്ദു മിൻഹും ഖുവ്വ, അവരെ സൃഷ്ടിച്ച അള്ളാഹു അവരെക്കാൾ ശക്തനാണെന്ന് അവർ മനസ്സിലാക്കിയില്ലേ? ലളിതമായി മനസ്സിലാക്കാവുന്ന കാര്യമേ അവർക്കുള്ളൂ. നിസ്സാരമായ ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് ഞങ്ങൾ. ഞങ്ങൾക്കൊരു സൃഷ്ടാവുണ്ടെങ്കിൽ അവൻ മതി ഞങ്ങളെ കീഴ്പ്പെടുത്താനെന്ന് ചിന്തിക്കാൻ വലിയ ബുദ്ധിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അവരുടെ ധൈര്യമോ തൻ്റെ ഇടമോ കരുത്തോ ഒന്നും തന്നെ അവർക്ക് ഉപകാരപ്പെട്ടില്ല. തൻസിഉൻ നാസ, അത് പിഴുതെറിഞ്ഞുകൊണ്ടേയിരുന്നു ആകാശത്തേക്ക്. കഅന്നഹും അഅജാസു നഖ്ലിൻ മുൻഖഇർ, പിഴുതെടുക്കപ്പെട്ട വലിയ ഈത്തപ്പന തടികൾ പോലെ തലഭാഗം പോയിക്കൊണ്ട് അവർ ഭൂമിയിൽ പതിച്ചു. അതാണ് ഫഹൽ തറാ ലഹും മിൻ ബാഖിയ, ഒരു ബാക്കി ഉണ്ടായില്ല. എന്നാൽ ഈ പ്രയാസത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും തങ്ങൾക്ക് വലിയൊരു വിപത്ത് വരാൻ പോകുന്നു എന്ന് മനസ്സിലാക്കി ബുദ്ധിപരമായി അവിടെ നിന്ന് രക്ഷപ്പെട്ട ഒരു ചെറിയ പക്ഷമുണ്ടായിരുന്നു. അവരവിടെ നിന്ന് രക്ഷപ്പെട്ടു തൗബയോടുകൂടി. അതിനെക്കുറിച്ച് ചരിത്രത്തിൽ പറയുന്നുണ്ട്, ഞാൻ അവിടേക്ക് പ്രവേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും ചോദിക്കുന്നു. ഈ ചോദ്യം ആദ്യം പറഞ്ഞതാണ്, ഫകൈഫ കാന അദാബി വനുദർ. ആദ്യം ഈ ചോദ്യം ചോദിച്ചിട്ട് പിന്നെയാണ് ഈ ശിക്ഷയെക്കുറിച്ച് പറഞ്ഞത്. വീണ്ടും അതൊന്നുകൂടി റിപ്പീറ്റ് ചെയ്യാണ്. ഫകൈഫ കാന അദാബി വനുദർ, എൻ്റെ താക്കീതും ശിക്ഷയും എപ്രകാരമായിരുന്നു എന്ന് നോക്കൂ. അപ്പോൾ അത്രയും ഭയങ്കരമായ ശിക്ഷ അത് ഏതൊരു സമൂഹത്തിനും നൽകാൻ അല്ലാഹു കഴിവുള്ളവനാണ്. ഇന്നും നമ്മളത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു നിലക്കല്ലെങ്കിൽ മറ്റൊരു നിലക്ക് മണ്ണോട് മണ്ണ് ചേർന്ന് പോകുന്ന മനുഷ്യൻ, എത്ര അഹങ്കാരിയാണെങ്കിലും ഒരു ചെറിയ മഴ പെയ്യുമ്പോഴേക്ക് ആ മഴയിൽ കുത്തിയൊലിച്ചു പോയി മരിച്ചു പോകുന്ന ആളുകൾ, മണ്ണിനടിയിലായി പോകുന്ന ആളുകൾ, ബിൽഡിങ്ങിനടിയിൽ മരിച്ചു പോകുന്ന ആളുകൾ. എത്ര പെട്ടെന്നാണ് മനുഷ്യനെ അള്ളാഹു പിടിച്ചെടുക്കുന്നത്. അയാൾ എന്തൊക്കെ അഹങ്കാരങ്ങൾ പറഞ്ഞാലും ചെറിയ ഒരു മഴ പോലും മനുഷ്യനെ റാഞ്ചിയെടുക്കുന്നു.
അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുകയാണ്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്ർ. ഈ ഖുർആനിനെ നിങ്ങൾക്ക് ആലോചിച്ചു പഠിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നാം എളുപ്പമാക്കിയിരിക്കുന്നു. ഫഹൽ മിൻ മുദ്ദക്കിർ, ആരെങ്കിലുമുണ്ടോ? പഠിച്ച് മനസ്സിലാക്കാൻ ആരെങ്കിലുമുണ്ടോ? സന്നദ്ധരാണോ? അങ്ങനെ നിങ്ങൾ ആ വഅള് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാമില്ലെങ്കിൽ ഇതേപോലെ നിങ്ങളും പിടികൂടപ്പെടുമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല താക്കീത് നൽകുന്നത്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, കദ്ദബത് സമൂദു ബിന്നുദുർ. സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ അഹ്ഖാഫ് എന്ന പ്രദേശത്തുള്ള സമൂഹമായിരുന്നു സമൂദ്. സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിതനായ സ്വാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെ അവർ കളവാക്കി. സമൂദ് ഗോത്രവും ആദ് സമൂദ് ഗോത്രം എന്നാണ് പറയുക. ആദ് സമൂഹത്തെ പോലെ തന്നെ കടപിടിക്കുന്ന മറ്റൊരു ടീമായിരുന്നു സമൂദ് ഗോത്രം. അവരും ഈ പറഞ്ഞ രൂപത്തിൽ വലിയ വലിയ കെട്ടിടങ്ങളും പർവ്വതങ്ങൾക്കുള്ളിൽ വീടുകളും ഒക്കെ ഉണ്ടാക്കി വലിയ കൃഷിയും ഭൂമിയിൽ വളരെ വലിയ രൂപത്തിലുള്ള ഡെവലപ്മെൻറ്റുകളൊക്കെ ഉണ്ടാക്കിയ ഒരു തലമുറയായിരുന്നു. പൂർവീക തലമുറയിലെ സംസ്കാര സമ്പന്നമായ, ഭൗതിക കാഴ്ചപ്പാടിൽ നോക്കിയാൽ സംസ്കാര സമ്പന്നമായ 2 ഗോത്രങ്ങളാണ്. അതിലൊന്നാണ് സമൂദ് ഗോത്രം. അതുകൊണ്ടാണ് അവരിലേക്ക് പ്രത്യേകമായി സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമെ അള്ളാഹു നിയോഗിച്ചത്. പക്ഷേ കദ്ദബത്ത്, അവർ കളവാക്കി. സമൂദു ബിന്നുദുർ, താക്കീതുകളെ, താക്കീത് വന്നതിന് ശേഷമാണ് കളവാക്കിയത്. ഫഖാലു, എന്നിട്ട് അവർ പറഞ്ഞു, ഫഖാലു ഖാല യഖൂലു ഖൗലൻ ഫഖാലു അബശറൻ മിന്ന വാഹിദൻ. ബഷർ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ. അബശറൻ മിന്ന, നമ്മുടെ കൂട്ടത്തിലുള്ള വാഹിദൻ, ഒരു മനുഷ്യനെ, നത്തബിഉഹു, നാം അയാളെ പിൻപറ്റുകയോ, ഇത്തബഅ യത്തബിഉ ഇത്തിബാഅൻ, പിൻപറ്റുക, ഫോളോ ചെയ്യുക. നത്തബിഉഹു, നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാളെ, അതും ഒരു മനുഷ്യനെ നമ്മൾ പിൻപറ്റുകയോ, ഇന്ന ഇദൻ, അങ്ങനെയാണെങ്കിൽ തീർച്ചയായും നമ്മൾ ലഫീ ദലാലിൻ, വലിയ വഴികേടിൽ തന്നെയാണ്. ദലാൽ എന്ന് പറഞ്ഞാൽ വഴികേട്. ദല്ല യദില്ലു ദലാലൻ, ലഫീ ദലാലിൻ, നാം വലിയ വഴികേടിലാണ്. വസുഉർ, സുഉറിലുമാണ്. സുഉർ എന്ന് പറഞ്ഞാൽ അന ബിസ്സുഇരി അൽ അന, അന അൽ അന അത്തഅബു വൽ മശഖ. അങ്ങനെയാണെങ്കിൽ നമ്മൾ വലിയ ശിക്ഷയിലും അതേപോലെ തന്നെ വലിയ ദലാലത്തിലുമാണ്, വലിയ ബുദ്ധിമുട്ടിലാകും, വലിയ ദലാലത്തിലാകും. അതോടൊപ്പം സുഉർ എന്ന വാക്കിന് ജുനൂൻ എന്ന അർത്ഥം കൂടിയുണ്ട്. അൽ ജുനൂൻ, ഭ്രാന്ത്. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ നമ്മൾ ഫോളോ ചെയ്യുകയോ, അങ്ങനെയാണെങ്കിൽ അതൊരു ദലാലത്തുമാണ്, അതൊരു ഭ്രാന്തുമാണ്, അതൊരു വിവരക്കേടാണ്. അപ്പോൾ അവരുടെ ചോദ്യം, ഫഖാലു, അവർ ചോദിച്ചു, അബശറൻ മിന്ന വാഹിദൻ, നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ, നത്തബിഉഹു, നാം ഫോളോ ചെയ്യുകയോ, ഇന്ന ഇദൻ ലഫീ ദലാലിൻ വസുഉർ, അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ അങ്ങേയറ്റത്തെ ദലാലത്തിലും ഭ്രാന്തിലുമാണ്, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലായി പോകും. വീണ്ടും അവർ ചോദിക്കുന്നത് 25-ൽ, അഉൽഖിയ ദിക്റു അലൈഹി, അഉൽഖിയ, അൽഖാ യുൽഖി ഇൽഖാഅൻ, അൽഖാ എന്ന് പറഞ്ഞാൽ ഇടുക, ഇടപെടുക. ഉൽഖിയ, അഉൽഖിയ ദിക്റു, ഈ ഒരു ഉത്ബോധനത്തെ, ദിക്റിനെ, അലൈഹി, അദ്ദേഹത്തിന് നൽകപ്പെടുകയോ, മിൻ ബൈനിന, നമുക്കിടയിൽ നിന്ന്, സാലിഹ് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് മാത്രം ദിക്ർ നൽകപ്പെടുകയും നമുക്കാർക്കും കിട്ടാതിരിക്കുകയും ചെയ്യുകയോ. ബൽ ഹുവ, എന്നാൽ കാര്യം അങ്ങനെയല്ല. ഹുവ, അദ്ദേഹം അഥവാ സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം, കദ്ദാബുൻ, കാദിബു അല്ല, കദ്ദാബാണ്, വലിയ കളവ് പറയുന്ന ആളാണ്, വലിയ കളവ് പറയുന്ന ആളാണ്. അഷിറുൻ, വലിയ ഷർറുള്ള ആളാണ്, മോശക്കാരനാണ്. അഷിറ എന്ന് പറഞ്ഞാൽ ബത്തിറ വസ്തക്ബറ, അഹങ്കാരം കാണിക്കുന്ന, അതിരുവിട്ട് പ്രവർത്തിക്കുന്ന ആൾക്ക് അഷ്റ എന്ന് പറയും. അഷ്റ റജുലു ബിൽ കസ്രി യഅ്ശറു അഷ്റൻ ഫഹുവ അഷ്റുൻ വ അഷ്റാനു. അഷ്റ എന്ന് പറഞ്ഞാൽ അല്ലദീ ലാ യുബാലി മാ ഖാൽ,
താൻ പറയുന്നതിനൊരു ഗൗരവവും കൊടുക്കാതെ സംസാരിക്കുന്ന ആൾ, വലിയ ഷർറുള്ള ആൾ, അതോടൊപ്പം അത് ഷർറിൽ നിന്ന് വന്നതാണ് എന്നും പറയപ്പെടും. അപ്പോൾ അഷിർ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം ഷർറുള്ള ആൾ, അല്ലെങ്കിൽ യാതൊന്നും ഗൗനിക്കാതെ വെറുതെ പറയുന്ന ആൾ. അപ്പോൾ കദ്ദാബാണ്, അഷിറാണ്, പെരും നുണയനും യാതൊന്നും ഗൗനിക്കാതെ വല്ലതും വിളിച്ചു പറയുന്ന ആളുമാണ്. അഥവാ അത് ഷർറിൻ്റെ അടയാളമാണ്. ബൽ ഹുവ കദ്ദാബുൻ അഷിർ. അപ്പോൾ സമൂദ് ഗോത്രം പറഞ്ഞ ന്യായം, സത്യത്തിൽ അവർ പറഞ്ഞ ന്യായം സാധാരണക്കാരനായ ഒരാളെക്കുറിച്ചാണെങ്കിൽ അവരുടെ ന്യായം ശരിയാണ്. ഫഖാലു അബശറം മിന്ന വാഹിദൻ നത്തബിഉ. നമ്മളെല്ലാവരും മനുഷ്യന്മാരാണ്, എല്ലാവരും മനുഷ്യന്മാരാണ്. അതിൽ നിന്ന് ഒരാൾ പറയുന്നത് മാത്രം കേൾക്കുക എന്നതിന് എന്ത് പ്രസക്തിയാണുള്ളത്? അയാൾക്ക് കാതുണ്ട്, കണ്ണുണ്ട്, ചിന്താശേഷിയുണ്ട്. എനിക്കും കാതുണ്ട്, കണ്ണുണ്ട്, ചിന്താശേഷിയുണ്ട്. എന്നിരിക്കെ ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ അന്ധമായി പിൻപറ്റുക എന്നുള്ളത് വലാലത്ത് തന്നെയാണ്. അത് ജുനൂനുമാണ്, യാതൊരു സംശയവുമില്ല. പക്ഷേ പ്രവാചകന്മാർ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അവർക്ക് വഹയുണ്ട്. ആ വഹയിനെയാണ് യഥാർത്ഥത്തിൽ ജനത പിൻപറ്റുന്നത്. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബദർ യുദ്ധത്തിന് പുറപ്പെട്ട സന്ദർഭത്തിൽ ഒരു സ്ഥലം നിശ്ചയിച്ചപ്പോൾ ആ സ്ഥലം യുദ്ധതന്ത്രം വെച്ച് നോക്കുമ്പോൾ അത്ര സ്യൂട്ടബിളായ സ്ഥലമല്ലെന്ന് യുദ്ധത്തിൽ നൈപുണ്യമുള്ള ഒരു സഹാബിക്ക് തോന്നുകയാണ്. അപ്പോൾ ആ സഹാബിക്ക് മറ്റൊരഭിപ്രായം പറയാനുണ്ട്. അവിടെ അദ്ദേഹം ചോദിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയെ, ഇത് വഹയിൻ്റെ അടിസ്ഥാനത്തിലാണോ? എങ്കിൽ പിന്നെ യാതൊരു രക്ഷയില്ല, വേറൊരു അഭിപ്രായത്തിന് അവിടെ സ്ഥാനമല്ല. അതല്ല, നിങ്ങളുടെ പേഴ്സണൽ അഭിപ്രായമാണെങ്കിൽ എനിക്ക് വേറൊന്ന് പറയാനുണ്ട്. നോക്കൂ നിങ്ങൾ. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഈ സ്ഥലം അത്ര ശരിയല്ല, മറ്റൊരു സ്ഥലമാണ് നല്ലത്. ആ അഭിപ്രായം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടു. എന്നാൽ വഹയാണെങ്കിലോ അവിടെ പിന്നെ മാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖദല്ലാഹു വറസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹി. ഒരു മുഅ്മിനായ ആണിനോ പെണ്ണിനോ അള്ളാഹുവും റസൂലും ഒരു കാര്യം ഖളാ ആക്കിയാൽ പിന്നെ വ്യക്തിപരമായ ഒരു അഭിപ്രായത്തിന് അവിടെ സ്ഥാനമേയില്ല. കാരണം അത് വഹയാണ്, അള്ളാഹുവിൽ നിന്നാണ്. അള്ളാഹുവിൽ നിന്നുള്ളതിനെ മറികടക്കാൻ സൃഷ്ടികൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഫഖാലു അബശറം മിന്ന വാഹിദൻ നത്തബിഉഹു ഇന്നാ ഇദൻ ലഫീ ളലാലിൻ വസുർ. നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മനുഷ്യനെ നാം പിൻപറ്റുകയാണെങ്കിൽ അത് ളലാലത്താണ്, അത് വലിയ ജുനൂനാണ്. പക്ഷേ ഏതൊരു നബിയും വ്യക്തമായ ദൃഷ്ടാന്തങ്ങളുമായിട്ടല്ലാതെ വന്നിട്ടില്ല. അവർ റസൂലാണ്, അള്ളാഹു പറഞ്ഞയച്ചതാണ് എന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന, അവർ തോറ്റുപോകുന്ന മുഅ്ജിസാത്തുകളുമായി കൊണ്ട് പ്രവാചകന്മാർ വരാനുള്ള കാരണം അതാണ്. ഒരു നബിയെയും അള്ളാഹു സുബ്ഹാനഹു വ തആല വെറുതെ പറഞ്ഞയച്ച് ഒരു ദൃഷ്ടാന്തവും ജനങ്ങൾക്ക് കൊടുക്കാതിരുന്നിട്ടില്ല. മറിച്ച് ആയാത്തിൻ ബയ്യിനാത്തിൻ, വ്യക്തമായ അടയാളങ്ങളുമായിട്ടാണ് അയച്ചത്. എന്നിട്ടാണ് അനുസരിക്കാൻ പറഞ്ഞത്. ഇല്ല എങ്കിൽ അവരുടെ ന്യായവാദം ശരിയാണ്. അതുകൊണ്ടാണ് അവർ വീണ്ടും പറഞ്ഞത്, ഔൽഖിയ ദിക്റു അലൈഹി മിൻ ബൈനിന, നമുക്കിടയിൽ വെച്ച് ഈ ഒരു ദിക്ർ, ഉത്ബോധനം അദ്ദേഹത്തിന് മാത്രം നൽകപ്പെട്ടുവോ? അതവരുടെ അഹങ്കാരമായിരുന്നു. എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും നൽകൂല, അവൻ തിരഞ്ഞെടുത്തവർക്കേ നൽകുകയുള്ളൂ. എന്നിരിക്കെ അവർ പറഞ്ഞു, എന്തുകൊണ്ട് അദ്ദേഹത്തിന്? അപ്പോൾ ദിക്ർ നൽകപ്പെട്ടിട്ടുണ്ട്. അത് സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് അസൂയ തോന്നി. നാമൊക്കെ ഇവിടെ ഉണ്ടായിരിക്കെ, പ്രമാണികളായ ആളുകൾ ഉണ്ടായിരിക്കെ ഇദ്ദേഹത്തിന് നൽകപ്പെടുകയോ? ഏതുപോലെ മക്കാ മുശ്രിക്കുകൾ ചോദിച്ചിട്ടുണ്ട്, വലിയ പട്ടണമായ ത്വായിഫിലെയും മക്കയിലെയും അബൂജഹൽ അടക്കമുള്ള പ്രമാണിമാരുണ്ടായിരിക്കെ മുഹമ്മദിനാണോ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടത്? അലാ ത്വായിഫത്തൈനി മിൻ ഖബ്ലിന. ഈ രണ്ട് വലിയ സംഘം ഈ നാട്ടിലുണ്ടായിട്ട്, ഞങ്ങൾ വലിയ രണ്ട് നാട്ടുകാരും അവിടെ കുറേ നേതാക്കളും ഉണ്ടായിട്ട് അവർക്കൊന്നും ലഭിക്കാതെ മുഹമ്മദിന് നൽകപ്പെട്ടുവോ? അത് അഹങ്കാരമായിരുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതേപോലെയാണ് ഇവരും ചോദിക്കുന്നത്, അഉൽഖിയ ദിക്റു അലൈഹി മിൻ ബൈനിന, നമുക്കിടയിൽ വെച്ച് അദ്ദേഹത്തിന് മാത്രം ഈ ദിക്ർ നൽകപ്പെടുകയോ?
ബൽ ഹുവ കദ്ദാബുൻ അശിർ. എന്നാൽ അദ്ദേഹം വലിയ കളവ് പറയുന്ന ആളും അതേപോലെ തന്നെ ഷർറുള്ള ആളുമാകുന്നു എന്നവർ പറഞ്ഞു. അതിനു മറുപടിയായിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് സയഅലമൂന ഗദൻ, നാളെ അവർക്ക് അറിയാറാകും. സയഅലമൂന അലിമ യഅലമു ഇൽമൻ, സയഅലമൂന ഗദൻ, നാളെ അവർ തിരിച്ചറിയും. മനിൽ കദ്ദാബുൽ അശിർ, ആരാണ് ആ പെരുംകള്ളൻ, കളവ് പറയുന്ന ആള്, മോശക്കാരൻ എന്ന് അവർ നാളെ അറിയുമെന്ന്. ഇവിടെ നാളെ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് 2 കാര്യങ്ങളാണ്. അതിലൊന്ന്, അവർക്കൊരു ശിക്ഷ വരാൻ പോകുന്നു. ആ ശിക്ഷയുടെ ദിവസം അവർക്ക് സത്യം മനസ്സിലാകും, ആര് പറഞ്ഞതാണ് സത്യം എന്ന് അവർക്ക് ബോധ്യപ്പെടും. രണ്ടാമത്തത്, ഗദൻ എന്നതുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ അധികവും ഉദ്ദേശിക്കുന്നത് ഖിയാമത്ത് നാളാണ്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. പരലോകത്ത് വെച്ച് അവർക്ക് മനസ്സിലാകും ആരാണ് എന്ന്. ഇതിൽ 2ഉം ശരിയാണ്. കാരണം അള്ളാഹുവിൻ്റെ ശിക്ഷ വരുമ്പോൾ അവർക്ക് സത്യം ബോധ്യപ്പെടും. ദുനിയാവിൽ വെച്ച് തന്നെ മരണം സംഭവിക്കുമ്പോൾ സത്യം ബോധ്യപ്പെടും. രണ്ടാമത് ഖബറിലും പിന്നെ മഹ്ശറിലും അത് ബോധ്യപ്പെട്ടുകൊണ്ടേയിരിക്കുമെന്നാണ്. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാരെ എല്ലാം അയച്ചിട്ടുള്ളത് വേദഗ്രന്ഥങ്ങളുമായിട്ടാണ്. കാനന്നാസു ഉമ്മതൻ വാഹിദ ഫബഅസല്ലാഹു നബിയ്യീന മുബശ്ശിരീന വമുൻദിരീൻ വഅൻസല മഅഹുമുൽ കിതാബ ബിൽ ഹഖ് ലിയഹ്കുമ ബൈനന്നാസി ഫീമ ഇഖ്തലഫൂ ഫീഹി. വെറുതെ നബിമാരയച്ചതല്ല, വ്യക്തമായ വേദങ്ങളുമായിട്ടാണ് അവർ വന്നത്. ആ വേദങ്ങളാണ് സംസാരിച്ചത്. അതിനു പുറമെ വേറൊരുപാട് മുഅ്ജിസാത്തുകൾ, മൂസാ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് നൽകപ്പെട്ട മുഅ്ജിസാത്ത് നമുക്കറിയാം. ആ മുഅ്ജിസത്തിൻ്റെ മുന്നിൽ മനുഷ്യൻ തോറ്റുപോയി. അതാണ് അടയാളം. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വലിയ ഡോക്ടേഴ്സും ഭിഷങ്കരന്മാരും, വൈദ്യശാസ്ത്രം അങ്ങനെ പുരോഗമിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. വ്യത്യസ്ത രോഗങ്ങളെ മാറ്റുന്ന പ്രഗത്ഭരായ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു ഈസാ നബി വന്ന കാലഘട്ടത്തിൽ. പക്ഷേ അവരൊക്കെ തോറ്റുപോയ 3 കാര്യങ്ങളുണ്ടായിരുന്നു എന്നാണ്. എന്താണത്? വെള്ളപ്പാണ്ട് മാറ്റാൻ കഴിയുന്നില്ല, ജന്മനാ അന്ധനായവർക്ക് കാഴ്ച നൽകാൻ പറ്റുന്നില്ല, പിന്നെ മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് ഒരു നിലക്കും പറ്റൂല. ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് ഈസാ നബിയിലൂടെ അള്ളാഹു പ്രകടിപ്പിച്ച മുഅ്ജിസത്ത് എന്ന് പറയുന്നത് വെള്ളപ്പാണ്ട് സുഖപ്പെടുത്തി. ഇത് വൈദ്യശാസ്ത്രത്തിൻ്റെ പരിധിയിൽ വരുന്നതല്ല എന്നവർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. ജന്മന അന്ധനായ ഒരാൾക്ക് കാഴ്ച നൽകുന്നത് വൈദ്യശാസ്ത്രത്തിൻ്റെ പരിധിയിൽപ്പെട്ടതല്ല എന്നവർക്ക് കാണിച്ചു കൊടുത്തു അക്കാലഘട്ടത്തിലെ അറിവ് പ്രകാരം. പിന്നെ മരിച്ചൊരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് അത് ഒരിക്കലും വൈദ്യശാസ്ത്രത്തിൻ്റെ പരിധിയിൽപ്പെട്ടതല്ല. അപ്പോൾ ഇത് ദൈവീകമാണ്, അള്ളാഹു അയച്ചതാണ് എന്നതിൻ്റെ വ്യക്തമായ തെളിവായിരുന്നു. ഇങ്ങനെയാണ് നബിമാരെ അയച്ചിട്ടുള്ളത്. പൂർവികരായ നബിമാരൊക്കെ അങ്ങനെയാണ് അയച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അയച്ചത് വലിയ വലിയ കവികൾ, അവർക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെങ്കിലും മനുഷ്യന് സംസാരിക്കാൻ അറിയാലോ. അവരിൽ ഒരു ന്യൂനപക്ഷം എഴുതുകയും വായിക്കുകയും ചെയ്യുന്നവരായിരുന്നു. മഹാഭൂരിപക്ഷവും ഉമ്മിയികളായിരുന്നു. അതേ സന്ദർഭത്തിൽ അവർ എഴുതാനും വായിക്കാനും അറിയാത്തവൻ പോലും വലിയ സാഹിത്യം അറിയുന്നവനായിരുന്നു. പാരമ്പര്യമായി കേട്ട് വലിയ സാഹിത്യത്തിൽ നൈപുണ്യമുള്ള ആളുകളായിരുന്നു അവർ. അവരുടെ മുന്നിലേക്കാണ് പരിശുദ്ധ ഖുർആൻ വരുന്നത്. ഗദ്യവുമല്ല പദ്യവുമല്ലാത്ത ശൈലി, അപാരമായ സ്വരമാധുര്യവും പാരായണ ശൈലിയും, വാക്കുകളുടെ ഘടനകൾ അത്ഭുതകരം, ഭാഷയുടെ ശുദ്ധിയും വൃത്തിയും അതിനേക്കാൾ ഗംഭീരം, അതിൻ്റെ ഗ്രാമറും അതേപോലെയുള്ളതും വിമർശനങ്ങൾക്കതീതം, അതിൻ്റെ ആശയ ഗാംഭീര്യമാകട്ടെ ആകാശഭൂമികളോളം വിശാലമായത്, നിർമ്മലമായ ഏത് ബുദ്ധിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നത്. മാത്രമല്ല ജീവിതത്തിൻ്റെ രീതികളെ മുച്ചൂടും മാറ്റിമറിക്കുന്നത്. അതാണ് സാഹിത്യം എന്ന് പറയുന്നത്. സാഹിത്യത്തെക്കുറിച്ച് അറിവുള്ളവർ പറയുന്നത് ഒരു മനുഷ്യനെ അവൻ്റേതായ അവസ്ഥയിൽ നിന്ന് മാറ്റിമറിക്കാൻ പര്യാപ്തമായതെന്തോ അതാണ് സാഹിത്യം. എങ്കിൽ ഏറ്റവും വലിയ സാഹിത്യമെന്ന് പറയാവുന്നത് പരിശുദ്ധ ഖുർആനാണ്.
അവിടെ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും പ്രകാശത്തിൻ്റെ ധാരയിലേക്ക് ഒരു സമൂഹം മുഴുവൻ മാറുകയാണ്. വ്യക്തികളല്ല, ഒരു സമൂഹം, ഒരു രാഷ്ട്രം, അത് പിന്നീട് സാമ്രാജ്യമായി മാറുന്നു. അതിനൊക്കെ കാരണമായി ഖുർആൻ വർത്തിക്കുന്നു. അതോടൊപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വെല്ലുവിളിയും എന്താണത്? നിങ്ങൾ ഈ ഖുർആൻ പോലെ ഒന്ന് കൊണ്ടുവരിക. ബിമിസ്ലി ഹാദൽ ഖുർആൻ, ഖുർആൻ പോലെ ഒന്ന് കൊണ്ടുവരാൻ. ഖുൽ ഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ യഅ്തു ബിമിസ്ലി ഹാദൽ ഖുർആൻ ലാ യഅ്തൂന ബിമിസ്ലിഹി. ജിന്നും മനുഷ്യരും ഒരുമിച്ച് കൂടിക്കോട്ടെ, ഖുർആൻ പോലൊന്ന് കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അവരെല്ലാവരുണ്ട്, എത്ര സാഹിത്യം അറിയുന്നവരുണ്ട്. അവരുടെ മുഖത്ത് നോക്കിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തുകൾ ഓതിക്കൊടുക്കുന്നത്. ഒരൊറ്റ കുട്ടിക്ക് ഏറ്റെടുക്കാൻ പറ്റിയില്ല. പിന്നെ അള്ളാഹു റെഡ്യൂസ് ചെയ്തു. എന്താണ്? ഫഅ്തു ബി അശ്രി സുവരിൻ. മൊത്തം ഖുർആൻ വേണ്ട, 10 ചാപ്റ്റർ മതി. ഖുർആനിലുള്ളതുപോലെ 10 അധ്യായം കൊണ്ടുവരാൻ പറഞ്ഞു. അതും ആരും ഏറ്റെടുക്കുന്നത് കാണുന്നില്ല. അവസാനം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫഅ്തു ബി സൂറത്തിൻ മിസ്ലിഹി, ഒരധ്യായം. ഇന്നാ അഅ്തൈനാക്കൽ കൗസർ, ചെറിയൊരു അതുപോലെ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. സാധിച്ചില്ല. ലാ യഅ്തൂന ബിമിസ്ലിഹി, അള്ളാഹു പറയണ കൊണ്ടുവരാൻ കഴിയില്ല. വലൗ കാന ബഅ്ദുഹും ലിബഅ്ദിൻ ലഹീറ, പരസ്പരം ജിന്നും മനുഷ്യരും ഒരുമിച്ച് കൂടി ഒരു സ്ഥലത്തിരുന്നാലും ഇതുപോലൊന്ന് കൊണ്ടുവരാൻ കഴിയില്ല. 14 നൂറ്റാണ്ടായി. ഇപ്പോൾ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുതെ വന്ന് ഞാൻ നബിയാന്ന് പറഞ്ഞതല്ല. മനുഷ്യന് ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ പറ്റിയില്ല, അശക്തമായിപ്പോയി. ഈ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ വൻഷഖൽ ഖമർ, ചന്ദ്രനെ പിളർത്തി അള്ളാഹു എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. ഇത് സിഹറല്ലെന്ന് സിഹറിനെ കുറിച്ച് അറിയുന്നവർ പറഞ്ഞു. ഇങ്ങനെ സിഹർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെയാണ് അടയാളങ്ങൾ. ഇത്രമാത്രം അടയാളങ്ങൾ നൽകപ്പെട്ടതിന് ശേഷം ഞങ്ങളെപ്പോലൊരു മനുഷ്യനെ പിൻപറ്റുകയോ എന്ന ന്യായത്തിന് നിലനിൽപ്പില്ല, പ്രസക്തിയില്ല. ഇല്ലായിരുന്നെങ്കിൽ അതിന് പ്രസക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അമ്പിയാക്കളെ പിൻപറ്റണമെന്നും നിങ്ങളുടെ ഹവയെ പിൻപറ്റരുതെന്നും അള്ളാഹു പറഞ്ഞത്. കാരണം മനുഷ്യൻ്റെ ഹവയ്ക്ക് പ്രസക്തിയില്ല. വമൻ അദല്ലു മിമ്മൻ ഇത്തബഅ ഹവാഹു ബിഗൈരി ഹുദൻ മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള മാർഗദർശനത്തെ മാറ്റിവെച്ച് തന്നിഷ്ടത്തെ പിൻപറ്റിയവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് എന്നാണ്. ഏറ്റവും വലിയ വഴിപിഴവാണത്. എന്നാൽ അള്ളാഹുവിൽ നിന്നുള്ള ഹുദയുമായിട്ടാണ് വന്നതെങ്കിലോ അപ്പോൾ പിന്നെ ആ മാർഗദർശനത്തെയാണ് പിൻപറ്റേണ്ടത്. അതുകൊണ്ട് ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ അവർക്ക് നൽകിയിട്ടുണ്ട്, പക്ഷെ അവർ അതിനെ നിഷേധിച്ചു. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, അവർ നിഷേധിച്ച സ്ഥിതിക്ക് ഒന്നുകൂടി ഒരു ദൃഷ്ടാന്തം കൂടി, ഇത് ലാസ്റ്റാണ്. അവർ പറഞ്ഞു ഞങ്ങളെ കൺതുറപ്പിക്കുന്ന ഒരു ദൃഷ്ടാന്തം ഒന്നുകൂടി കൊണ്ടുവന്ന് പറഞ്ഞു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഇന്ന മുർസിലുൻ നാഖതി, ഇന്ന തീർച്ചയായും നാം മുർസിൽ അയക്കുന്നവനാകുന്നു. അർസല യുർസിലു ഇർസാലൻ വഹുവ മുർസിലുൻ, മുർസിൽ എന്ന് പറഞ്ഞാൽ അയക്കുന്ന ആൾ. മുർസിലുൻ നാഖത്തി, ഞാൻ ഒട്ടകത്തെ അയക്കുന്നവനാകുന്നു. ഒരു വലിയ ഒട്ടകം, വലിയ ആകാര സൗഷ്ഠവമുള്ള ഒരു ഒട്ടകം. സാധാരണ കാണുന്ന പോലുള്ള ഒരൊട്ടകമായിരുന്നില്ല എന്നാണ്. വലിപ്പത്തിലൊക്കെ വലിയ വ്യത്യാസമുള്ള ഒരു പ്രത്യേകത തോന്നിക്കുന്ന ഒട്ടകം. മാത്രമല്ല അതൊരു ഭൂമി പിളർന്ന്, അതല്ലെങ്കിൽ ഒരു പാറ പിളർന്നാണ് അത് വന്നത്. സാധാരണ ഒട്ടകം എന്ന് പറയുമ്പോൾ മറ്റൊരു ഒട്ടകം പ്രസവിച്ച് ജന്മം നൽകി വളർന്നു വരുന്നല്ലേ, അല്ല, അത് പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടതാണ്. അതാണ് ഏറ്റവും വലിയ അടയാളമാണത്. ഇന്ന മുർസിലുൻ നാഖതി ഫിത്നതൻ ലഹും, അതവർക്കൊരു പരീക്ഷണമാണ്. ഫിത്ന എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ്, ഒരു പരീക്ഷണം എന്നുള്ള നിലക്ക് ഇതാ നാം ഒരു ഒട്ടകത്തെ അയക്കുന്നു. എന്നിട്ട് സാലിഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് പറഞ്ഞു ഫർതഖിബുഹും, നീ അവരെ നിരീക്ഷിക്കുക. ഇർതഖബ യർതഖിബു ഇർതിഖാബൻ ഐ മുറാഖബ, നിരീക്ഷിക്കുക. ഫർതഖിബുഹും, ഫർതഖിബുഹും, അവരെ നിരീക്ഷിക്കുക. ഈ ഒട്ടകത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹു ഇൻഷാ അല്ലാഹ് അടുത്ത വചനങ്ങളിൽ അത് വിശദീകരിക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ കണക്ക് കാര്യങ്ങൾ, എന്താണ് ടെസ്റ്റ് പരീക്ഷണം എന്നുള്ളതൊക്കെ ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ട് അവർക്കൊരു ടെസ്റ്റായിട്ട്, ഒരു പരീക്ഷണമായിട്ട് ഈ ഒട്ടകത്തെ നാം അയക്കുകയാണ്. അതുകൊണ്ട് ഫർതഖിബുഹും, അവരെ നിരീക്ഷിക്കുക. അവർ പരീക്ഷയിൽ ജയിക്കുന്നുണ്ടോ തോൽക്കുന്നുണ്ടോ. അതോടൊപ്പം വസ്തബിർ, അങ്ങേയറ്റം ക്ഷമ അവലംബിക്കുക. വസ്ബിർ എന്നാണ്, പക്ഷേ അവിടെ ഒരു ത്വാ കൂടി വന്നാൽ അതിന് ഹർഫ് സിയാദത്താവുമ്പോൾ അർത്ഥവും സിയാദത്താവും. അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ് ഇദാ സാദൽ ഹർഫു സാദ ഫിൽ മഅന,
ഹർഫിൽ വർധനവുണ്ടെങ്കിൽ മാനയിലും വർധനവുണ്ടാകും. അതാണ് വസ്തബിർ, അങ്ങേയറ്റം ക്ഷമയോടുകൂടി. കാരണം ആ സമൂഹത്തിൻ്റെ ധിക്കാരവും മറ്റും കണ്ടു നിൽക്കാൻ പറ്റാത്ത അത്രയുമാണ് പോക്കിരികൾ. അപ്പോൾ അത്രയും വലിയ ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും അവരോടുള്ള സമീപനം കാണുമ്പോൾ ക്ഷമകേട് തോന്നും. പക്ഷേ ക്ഷമയോടുകൂടി വസ്തബിർ, ഇസ്തബറ യസ്തബിറു ഇസ്തിബാറൻ, ക്ഷമയോടുകൂടി കാത്തു നിൽക്കുക, അവരെ നിരീക്ഷിക്കുകയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. അവരും ധിക്കാരം കാണിച്ചു, അവരെ അല്ലാഹു പിടികൂടി. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അടുത്ത വചനങ്ങളിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് ചെയ്താൽ അടുത്ത ദർസിൽ നമുക്കതിനെ വിശദീകരിക്കാം. ചുരുക്കത്തിൽ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് പറയുന്നത്. ഈ ഖുർആൻ എല്ലാ അർത്ഥത്തിലും നിങ്ങളെ വിജയത്തിലേക്ക് കൊണ്ടുപോകുന്ന ഗ്രന്ഥമാണ്. മറ്റു സമൂഹത്തിന് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റരുത്. അതുകൊണ്ട് ഈ ഖുർആൻ പഠിച്ച് മനസ്സിലാക്കി ജീവിതത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള സന്ദേശമാണ് അള്ളാഹു നൽകുന്നത്. ആ സന്ദേശം ഞാനും നിങ്ങളും ഗൗരവത്തിൽ സ്വീകരിക്കുക. അതിനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.